അയ്യോ വലിയ ആത്മവിശ്വാസമല്ലേ PM വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉത്സവമല്ലേ. വരട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാം. വലിയ നീക്കമാണ് ഉണ്ടായത്, വലിയ രാഷ്ട്രീയ നീക്കമാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അല്ല, അതൊക്കെ പിന്നെ പറയാം. നമുക്ക് ഇപ്പോ ഇതൊന്നും പ്രോഗ്രാം കഴിയട്ടെ. വലിയ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും അത് നല്ലതാണ്, നാടിന് നല്ലതാണെന്ന് തന്നെ നമുക്ക്. നാടിനല്ല, കേരളത്തിന് മൊത്തം നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരളം മാറ്റിയെടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത വികസനമാണ് കൊണ്ടുവരാൻ പോകുന്നത്. കേരളം ഇതുവരെ കാണാത്ത വികസനമാണ് നിലവിൽ 2020 ചില പ്രതിനിധികൾ അങ്ങയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചു. അതൊക്കെ ഉണ്ടാവുമല്ലോ, അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ. എത്രയോ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകുന്നു, കോൺഗ്രസിൽ നിന്ന് പോകുന്നു, എല്ലാ പാർട്ടിയിലും ഉള്ളതല്ലേ. ഇത് ആശയപരമായിട്ട് ചിലപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ 99% നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ 1%, 2% പോകും. അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ 1-2% പോകുമ്പോ 10-100% തിരികെ വരും എന്നുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും വെറുതെ ഒറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത് 2020 പാർട്ടിയെ കച്ചവടത്തിന് വേണ്ടി. അത് കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അതങ്ങനെ പറയൂ. അങ്ങയുടെ ബിസിനസ് താല്പര്യമാണിത്, കോർപ്പറേറ്റ് താല്പര്യമാണെന്നാണ്. അമേരിക്കയിലെ കച്ചവടം പോയി. അത് ജനങ്ങള് തീരുമാനിക്കട്ടെ. എന്റെ താല്പര്യമാണോ, നാടിന്റെ താല്പര്യമാണോ, കേരളത്തിനാണോ പ്രയോജനം ചെയ്യുന്നതെന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. 2020 വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളെ കബളിപ്പിച്ചു എന്ന് കോൺഗ്രസ് പറയുന്നു. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്, അവരത് പറയട്ടെ. ഏതായിരുന്നാലും ഇന്നത്തെ ഈ പരിപാടിയിൽ ഏറ്റവും ഒരു വലിയ രാഷ്ട്രീയ നീക്കമായി ഞാനിപ്പോ ഇതിലേക്ക് ചേരുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ലല്ലോ. രഞ്ജിത്ത്, ഇന്നത്തെ ഈ പരിപാടിയിൽ ഒരു വലിയ രാഷ്ട്രീയ നീക്കം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് തന്നെയാണ്. ഇന്നലെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. 2020 NDAയുടെ ഭാഗമാകുന്നു എന്ന പ്രഖ്യാപനം. അതിന് പിന്നാലെ LDFന്റെയും UDFന്റെയും ഭാഗത്തു നിന്നുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു. പക്ഷെ അതെല്ലാം രാഷ്ട്രീയമാണ്. കുറച്ചുപേർ പാർട്ടി വിട്ടുപോകുന്നത്, അതായത് എല്ലാ പാർട്ടിയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് സാബു ജേക്കബ് പറയുന്നത്. ഏതായിരുന്നാലും ഇന്ന് പ്രധാനമന്ത്രി വരുമ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കത്തിന് കൂടി കളമൊരുങ്ങി എന്നതാണ്. അതീവ രഹസ്യമായിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു നീക്കം ഉണ്ടാകുമെന്ന ചെറിയ സൂചനകൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് 2020 NDAയിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞത്. ആ തരത്തിൽ ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം. ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ചേട്ടാ, എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രാവശ്യം കേരളത്തിലെ പല മണ്ഡലങ്ങളും നമ്മൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പം പോകുന്നത്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ കാണുന്നത്? തിരുവനന്തപുരം നഗരസഭ പിടിച്ചിരിക്കുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതെ, തിരുവനന്തപുരം നഗരസഭ പിടിക്കുമ്പോൾ BJP പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, 45 ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ആ വാക്ക് പാലിക്കുന്നു. അതുപോലെ BJP പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാക്ക് പാലിച്ചതിനായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിന്റെ ഭരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ്. അതെ, ഞാനിവിടെ പഴവങ്ങാടി സ്വദേശിയാണ്. ഒട്ടനവധി കാര്യങ്ങൾ പറയും, തെരുവുനായ ശല്യം, മാലിന്യ പ്രശ്നം. അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള നമ്മുടെ ഇപ്പോഴത്തെ മേയർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ ഷെൽട്ടറുകൾ കണ്ടുപിടിച്ച് അത് മാറ്റുമെന്ന് മേയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ ഈ ആമയഞ്ച് അതുകൊണ്ട് ഇതൊക്കെ മാറ്റുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കാണാം, നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. BJP നേതാവ് പാലോട് സന്തോഷ്, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ കാണുന്നത്? ഇത്രമാത്രം പാർട്ടിക്ക് ആത്മവിശ്വാസമുണ്ട്? അല്ല, നമ്മൾ പാർട്ടിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? തിരുവനന്തപുരത്തിന്റെ വികസനം, കേരളത്തിന്റെ വികസനം. നിങ്ങളൊന്ന് BJPയെ പരീക്ഷിക്കൂ. LDFനെയും UDFനെയും കാലാകാലമായി നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ ജനത എന്തായി? വികസനം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ വികസനം നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പ്രഖ്യാപനം എന്താ പറയുന്നത്? ഞങ്ങള് 45 ദിവസത്തിനകം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി വരുന്ന. അപ്പൊ 27 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്രയും അധികം താല്പര്യം കേരള സമൂഹത്തോട്, തിരുവനന്തപുരത്തോട് അദ്ദേഹവും കേന്ദ്ര ഗവൺമെന്റ് കാണുന്നുള്ളതാണ്. അതിന് ഒരു സംശയം വേണ്ട. 4 ട്രെയിനുകളാണ് കേരളത്തിന് സമ്മാനമായി വരുന്നത്. ട്രെയിൻ മാത്രമല്ല, നമ്മുടെ ഒരു പുതിയ അധ്യായം കേരളത്തിന്റെ മണ്ണിൽ കുറുകയാണ്. അത് വികസനമാണ്. ആ വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നേരിട്ട് വികസനം എത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങൾ BJP അധികാരത്തിലെത്തിച്ചു. വളരെ ചിട്ടയായി കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനം ഉണ്ടാകുന്ന
ഒരു കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് മാധ്യമങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങൾക്ക് എന്തായാലും ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ചും ലോകം ഏറ്റവും ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തിന്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ തീരുമാനവും വ്യക്തമായ തീരുമാനവും കേന്ദ്രബന്ധമാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള ഒരു തുടക്കമായി തന്നെ ഈ ക്യാമ്പയിന്റെ തുടക്കമായി ഇന്നത്തെ പരിപാടി കാണാം. അത് അങ്ങനെ ആലോചിക്കുന്നതിൽ എന്താ കുഴപ്പം? ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുമ്പോൾ ഒരു ബദൽ രാഷ്ട്രീയമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. UDF-നും LDF-നും എതിരായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയമാണ് BJP ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ആ നിലയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ മുതിർന്ന നേതാക്കൾ മേയറെ സമ്മാനിച്ച് തിരുവനന്തപുരത്തേക്കാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു സുവർണാധ്യായം രചിച്ചുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തിരുവനന്തപുരത്തെത്തുന്നത്. തീർച്ചയായിട്ടും ഒരു വികസിത കേരളം എന്നത് ജനങ്ങളുടെ സ്വപ്നമാണ്. അതിന്റെ സാക്ഷാത്കാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ആണ് കേരളീയർ. അനാവശ്യമായ വിവാദങ്ങളും അഴിമതിയും ക്രമക്കേടും അക്രമവും ഒന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്. അവർക്ക് കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ആഹാരം വേണം, കയറിക്കിടക്കാൻ ഇടം വേണം, ചെയ്യാനൊരു തൊഴിൽ വേണം. വ്യവസായങ്ങൾ, വ്യാപാരം, വിദ്യാഭ്യാസം, കാർഷിക മേഖലകളിലൊക്കെ മാറ്റമുണ്ടാകും. ആരോഗ്യരംഗത്ത് കുതിപ്പുണ്ടാകും. ഇതൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വികസിത കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും പ്രവേശിക്കുക. ഈ അതിവേഗ റെയിലൊക്കെ ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, അതല്ല അദ്ദേഹം സിൽവർ ലൈനിന് ബദലായി അദ്ദേഹം പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്, അദ്ദേഹം പറയേണ്ട കാര്യമാണ്. ഞാൻ കയറി പറയുന്നത് ശരിയല്ല. ഇതിൽ പ്രതീക്ഷിക്കാമോ? അല്ല, അദ്ദേഹം പറയട്ടെ. എന്താണ് കേരളത്തിന്റെ ഗതാഗത രംഗത്തെ കണക്ടിവിറ്റി, തമ്മിൽ ബന്ധപ്പെടാൻ ജനങ്ങൾക്ക് വളരെ വേഗം സാധിക്കത്തക്ക വിധത്തിൽ ഇവിടുത്തെ ഗതാഗത രംഗത്ത് വലിയൊരു മാറ്റം, അത് റെയില്, റോഡ്, വ്യോമ ഗതാഗത രംഗങ്ങളിലെല്ലാം വലിയ മാറ്റമുണ്ടാക്കും. അങ്ങനെ വികസനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രിയങ്കരനായ നമ്മുടെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും വികസിത ഭാരതം എന്ന് പറയുന്നത് വികസിത കേരളം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ശരി, ഏതായാലും അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു അതിവേഗ റെയിൽ അല്ലെങ്കിൽ സ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നതാണ്. ഒരുപക്ഷെ കേരളമടക്കം കാത്തിരിക്കുന്ന ഒന്നാകാം. നേരത്തെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ വലിയ എതിർപ്പുകൾ അറിയാം. ആ എതിർപ്പുകൾ മറികടക്കുന്ന വിധത്തിലുള്ള ഒരു ഗതാഗത സംവിധാനം, അതിനുള്ള സാധ്യതകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് പ്രതിനിധികളിലേക്ക് പോകണം. മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകണം ഒരു ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.